ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ. അപ്പോൾ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നോക്കിയേ കുറച്ച് വരകൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഒന്നാമത്തെ വര, ഈ ജോഡി വരകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ വരകൾ നമ്മൾ എത്ര ഈ രണ്ട് വരയെ നീട്ടിയാലും ആ വരകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടില്ല അല്ലേ. അതേപോലെ തന്നെ നമ്മൾ രണ്ട് വര കോപ്പി കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിങ്ങനെ പോകുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത ഈ ജോഡി വരകൾ നോക്കിയേ. ഇത് നമ്മൾ ഇങ്ങോട്ട് ഈ രണ്ട് വരകളെ നീട്ടുകയാണെങ്കിൽ അവ തമ്മിൽ അകന്നകന്ന് പോവുകയാണ് അല്ലേ. കുറേയും കൂടി നീട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അകലം കൂടി വരും. അതേസമയം നമ്മൾ ഇങ്ങോട്ട് നീട്ടുകയാണെങ്കിൽ അവ കുറച്ചും കൂടി കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടി മുട്ടും. ഇനി ഈ മൂന്ന് വരകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ മൂന്ന് വരകളും നാം അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര നീട്ടിയാലും ഇതേ അകലത്തിൽ തന്നെയായിരിക്കും പോവുക അല്ലേ. അവ തമ്മിൽ അടുക്കുകയോ അകലുകയോ ചെയ്യുന്നില്ല. ഇനി ഇതും ഇതേ രൂപത്തിൽ തന്നെ അല്ലേ. അങ്ങോട്ട് നീട്ടിയാലും ഇങ്ങോട്ട് നീട്ടിയാലും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവ തമ്മിൽ കൂട്ടിമുട്ടുകയില്ല. ഇനി ഈ നാല് വരകൾ എങ്ങനെയാണ്? ഇതും ഇതേപോലെ തന്നെയാണ്. അതായത് എത്ര ഇങ്ങോട്ട് നീട്ടിയാലും അങ്ങോട്ട് നീട്ടിയാലും അവ തമ്മിൽ കൂട്ടിമുട്ടുകയില്ല. അവ തമ്മിലുള്ള അകലം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഈ നാലും സമാന്തര വരകളാണ്. അതായത് അപ്പോൾ സമാന്തര വരകൾ എന്ന് പറയുന്നത് എന്താണ്? അവ തമ്മിലുള്ള അകലം എത്ര നമ്മൾ നീട്ടിയാലും ഒരിക്കലും അത് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നാം സമാന്തര വരകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടെ നോക്കിയേ. ഇവിടെ നമ്മൾ 4 സമാന്തര വര പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 4 സമാന്തര വരകളും തുല്യ അകലത്തിലാണെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ. ഇനി ഞാൻ ഈ 4 വരകൾക്കും ലംബമായിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു ലംബം വരച്ചു അല്ലേ, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി നമുക്ക് ഇതിനിടയിലുള്ള ഈ അകലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും? ഇവ തമ്മിലുള്ള അകലം ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ മറ്റൊരു വര വരയ്ക്കാൻ പോകണം. ഇത് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ വര വരച്ചത്. ഇനി നമുക്ക് അല്പം ചെരിച്ചൊരു വര വരച്ചു നോക്കാം. ഇപ്പോൾ ഈ വരച്ചത് ഒരു ചെരിച്ച് ഒരു വരച്ചത് അല്ലേ. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഈ അകലമല്ല ഈ അകലം അല്ലേ. ഇപ്പോൾ നമ്മൾ വ്യത്യാസം ഇത് കൂടുതലാണ് അല്ലേ. അതേപോലെ ഇതിനേക്കാൾ കൂടുതലാണ് ഇത്, ഇതിനേക്കാൾ കൂടുതലാണ് ഇത്. പക്ഷേ നമ്മൾ ഈ വരയുടെ ഈ 3 ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരേ നീളത്തിലുള്ളതാണെന്ന് കാണാം. അതായത് ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഈക്വലാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? തുല്യ അകലത്തിലുള്ള മൂന്നോ അതിലധികമോ സമാന്തര വരകൾ വരച്ചു കഴിഞ്ഞാൽ ഈ സമാന്തര വരകൾ ഏതു ലൈനെയും കട്ട് ചെയ്യുന്നത് ഒരേ നീളത്തിലായിരിക്കും. അപ്പോൾ സമാന്തര വരകൾ വെറും സമാന്തര വരകളല്ല, തുല്യ അകലത്തിലുള്ള സമാന്തര വരകൾ ഏത് ലൈനെയും കട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും കട്ട് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ അത് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഏത് വരയെയും ഈക്വലായിട്ട് സമാന്തര രേഖകൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ സമാന്തര രേഖകൾ ഒരേ അകലത്തിലായിരിക്കും അല്ലേ. അതായത് ഒരു വരയെ ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ആ സമാന്തര വരകൾ എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. നാം ആദ്യം പറഞ്ഞത് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള സമാന്തര വരകൾ ഏതു വരയെയും മുറിക്കുന്നത് ഒരേ നീളത്തിലായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഇനി നേരെ തിരിച്ചു പറയാണ്. ഏതു വരയെയും ഒരേ നീളമുള്ള ഭാഗങ്ങളാക്കി ഒരു സമാന്തര രേഖ മുറിക്കുന്നുണ്ടെങ്കിൽ ആ സമാന്തര രേഖകൾ എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ അത് മനസ്സിലായല്ലോ. അതും തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. എങ്ങനെ? സമാന്തര വരകൾ ഒരു വരയെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വരകളും, അത് എങ്ങനെ വര വരച്ചാലും അതിനൊക്കെ ഒരേ നീളത്തിൽ തന്നെയായിരിക്കും ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഒരു വരയെ അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെരിച്ചോ എങ്ങനെ വരച്ചാലും ആ വരകൾ, എല്ലാ വരകളും എങ്ങനെയായിട്ടും ഈക്വൽ ആയിട്ടായിരിക്കും അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതു വര, എത്ര നീളത്തിലുള്ള വര വേണമെങ്കിലും നമുക്ക് ഈക്വൽ ഭാഗങ്ങളാക്കാൻ പറ്റും. മനസ്സിലായല്ലോ. അതായത് ഇപ്പം ഈ പറഞ്ഞ തത്വം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്ര നീളത്തിലുള്ള വര, ഇപ്പം നമുക്ക് 11 13 ഏത് തരത്തിലുള്ള വര എടുത്താലും ആ വരകളെ നമുക്ക് ഈക്വൽ ഭാഗങ്ങളാക്കാൻ കഴിയും. അപ്പോൾ അതൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര, ഒരു ലൈൻ,
അതിനെ ഈക്വലാക്കി മുറിക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും അല്ലേ. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഒരേ സെൻറ്റിമീറ്റർ വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കോ 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 സെൻറ്റിമീറ്റർ വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഈക്വൽ ആക്കാൻ പറ്റും അല്ലേ. അതേസമയം നമുക്ക് 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ നീളമുള്ള ഒരു വരയാണെന്ന് വിചാരിക്കുക. 10 അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ. 10 ആണ് ഇതിൻ്റെ നീളം. അതിനെ നമ്മളോട് 3 ഈക്വൽ പാർട്സുകളാക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് 3 ഈക്വൽ ഭാഗങ്ങളാക്കുക? നമുക്കത് അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ചെടുക്കുകയാണെങ്കിൽ 3 × 3 നമുക്ക് 9 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്ററോടെ ബാക്കിയുണ്ട് അല്ലെങ്കിൽ 1 മീറ്ററോടെ ബാക്കിയുണ്ട്. നമ്മൾ വീണ്ടും ആ 1 മീറ്ററിന് അല്ലെങ്കിൽ ആ 1 സെൻറ്റിമീറ്ററിനെ വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ. അതായത് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകൾ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇപ്പോൾ 11 സെൻറ്റിമീറ്റർ. അപ്പോൾ അതേപോലെയുള്ള സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതാണ് നാം ഈ ഭാഗത്ത് പഠിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി എടുക്കാൻ പോകുന്ന ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യം കിട്ടും, വലിയൊരു ചോദ്യം കിട്ടും. അത് വരയ്ക്കാൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 3 തുല്യ ഭാഗങ്ങളാക്കണം. 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയെ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കണം. എങ്ങനെയാണ് നമുക്ക് ആക്കാൻ കഴിയുക? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ. ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിനെ ഈക്വൽ ഭാഗങ്ങളാക്കണം അല്ലേ. അപ്പോൾ സ്കെയിൽ വെച്ച് വരയ്ക്കൽ നമുക്ക് സ്കെയിൽ വെച്ച് ഈക്വൽ ആക്കൽ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ 3 ഭാഗങ്ങളാക്കാൻ പറ്റിയ ഏതൊക്കെയാണ് സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് 1 1 1 അല്ലേ. അതായത് നമ്മൾ ഒരേ സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 സെൻറ്റിമീറ്ററിനെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. ഒരേ സെൻറ്റിമീറ്റർ വെച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ വെച്ചെടുക്കുകയാണെങ്കിലോ 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വരയെ നമുക്ക് ഈക്വലാക്കി 3 ആക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് 9 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയാണെങ്കിലും നമുക്ക് ഈക്വലാക്കാം. എങ്ങനെ 3 ഈക്വലാക്കാം? 3 3 3 വെച്ചിടുന്നാൽ 3 3 3 വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നാം എന്ത് ചെയ്യണം, നമ്മളോട് 3 ഈക്വൽ ഭാഗങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്? നമുക്ക് ഈ നമ്പറുകളെ 3 ഈക്വൽ പാർട്സുകളാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ 3 എടുക്കേണ്ട, 3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ വരയായിരിക്കും കിട്ടുക. അതുകൊണ്ട് നമുക്ക് 6 സെലക്ട് ചെയ്യാം, 6 9 സെലക്ട് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ 6 സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ, വളരെ ചെറുതാവണ്ട വളരെ വലുതും ആകണ്ട, അതിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിൾ, പേരക്കുറെ ഈ ആംഗിൾ, വല്ലാതെ അടുത്തു പോകണ്ട, വല്ലാതെ 90 ഡിഗ്രിയിലേക്ക് കടക്കുകയും വേണ്ട. അപ്പോൾ ഏറെക്കുറെ ഇതേ രൂപത്തിലുള്ള ഒരു വര വരയ്ക്കുക. എത്ര സെൻറ്റിമീറ്റർ? കൃത്യമായിട്ട് 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. ഈ ആംഗിൾ നമ്മൾ കാര്യത്തിൽ എടുക്കണ്ട, പക്ഷേ വളരെ ചെറുതാകണ്ട, വളരെ വലുതാവും വേണ്ട. ഇത് കൃത്യം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം? 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ എടുക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പ്, ഇതിനെ നമ്മൾ 3 പാർട്സുകളാക്കുന്നു, തുല്യ ഭാഗങ്ങളാക്കുന്നു. എങ്ങനെ ആക്കാം? നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്, ഈ വരയുടെ ഈ അറ്റഭാഗം, ഇതിൻ്റെ ഈ അറ്റഭാഗം ഈ വരയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 3 ആക്കി മുറിക്കേണ്ടത് അല്ലേ, ഈക്വൽ പാർട്സുകളാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവ തമ്മിൽ, ഈ 2 അറ്റവും തമ്മിൽ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. മനസ്സിലായി. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സിൻ്റെ ആവശ്യമുണ്ട്. എന്തിനാണത്? ഇതാണ് നമ്മുടെ മെയിൻ ലൈൻ. ഇതിന് പാരലലായിക്കൊണ്ട് നമ്മൾ അടുത്ത വരകൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന വരകൾ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വരയെ ഈക്വലായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പേജ് നമ്പർ 39 ചോദ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് പാരലൽ ലൈനുകൾ വരയ്ക്കുക എന്ന് നമുക്ക് അവിടെ വെച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 11 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പോൾ 11 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്.
അപ്പോൾ ഇതാണ് സമഭുജ ത്രികോണം, ഈക്വലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, പെരിമീറ്റർ തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ. അതായത് ഈ 3 ഭാഗങ്ങളും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 11/3 അല്ലേ. അപ്പോൾ 11/3 നമുക്ക് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇത് 12 ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലേ. 12/3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ അറിയാം. പക്ഷേ ഇത് നമുക്ക് വേണ്ടത് എത്രയാണ്? 11 സെൻറ്റിമീറ്റർ ചുറ്റളവ് കിട്ടണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വരും? നാം ഇപ്പോൾ പഠിച്ച രൂപത്തിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. നമുക്കറിയാം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 സൈഡും കൂടി കൂട്ടിയതാണ് അല്ലേ. അപ്പോൾ 3 സൈഡും കൂടി കൂട്ടിയതിൻ്റെ നീളമാണ് 11 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 11 സെൻറ്റിമീറ്റർ നമ്മൾ എന്താക്കേണ്ടി വരും? 3 തുല്യ ഭാഗങ്ങളാക്കേണ്ടി വരും അല്ലേ. അതായത് നാം ഇപ്പോൾ ഒരു 11 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈക്വലായിട്ട് 3 ഈക്വൽ ഭാഗങ്ങളാക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം എടുത്ത് ഇങ്ങോട്ടും വെക്കുക, ഈ ഭാഗം എടുത്ത് ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രികോണം കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നാം ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും ഇതിലൊന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 11 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇനി അതിനെ നമ്മൾ 3 ഭാഗങ്ങളാക്കുന്നു. എങ്ങനെയാണ് ഭാഗങ്ങളാക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 11 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 11 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരച്ചു, സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഇതിനെ 3 ഈക്വൽ ഭാഗങ്ങളാണ് ആക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈക്വൽ ഭാഗങ്ങളാക്കാൻ നമുക്ക് എളുപ്പമുള്ള സംഖ്യ എടുക്കാം അല്ലേ. ഒന്നുകിൽ നമുക്ക് 3 എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 6 എടുക്കാം, അല്ലെങ്കിൽ 9 എടുക്കാം അല്ലേ. അപ്പോൾ 3നെ നമുക്ക് 1, 1, 1 എന്ന രീതിയിൽ ഭാഗങ്ങളാക്കാൻ പറ്റും. 6 ആണെങ്കിലോ 2, 2, 2 എന്ന രീതിയിൽ ഭാഗങ്ങളാക്കാം, അല്ലെങ്കിൽ 3 ആണെങ്കിൽ 3, 3, 3 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം നമുക്ക് 6 എടുക്കാം. 3 ആണെങ്കിൽ വളരെ ചെറുതാവും, അതുകൊണ്ട് നമുക്ക് 6 എടുക്കാം, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ 6 എടുക്കാൻ കാരണം മനസ്സിലായല്ലോ. 6നെ നമുക്ക് ഈക്വലായിട്ട് 3 ഈക്വൽ ഭാഗങ്ങളാക്കാൻ എളുപ്പമാണ്. നമുക്കിവിടെ 3 ഈക്വൽ ഭാഗങ്ങളാണ് ആക്കേണ്ടത്, അതുകൊണ്ടാണ് നമ്മുടെ 6 എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ ആംഗിൾ അല്ല, വളരെ വലിയ ആംഗിൾ വേണ്ട, ഒരു ഏറെക്കുറെ ഈ രൂപത്തിലുള്ള ഒരു ആംഗിൾ ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ ചെരിച്ചൊരു വര വരയ്ക്കുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാനൊരു വര വരച്ചു. അപ്പോൾ ഇതെത്രയാണ്? നമ്മുടെ 11 അല്ലേ. ഇത് 11 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വര വരച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇവിടെ വേണ്ടത് 3 ഈ തുല്യ ഭാഗങ്ങളാണ് ആക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 6നെ ഈ വരച്ച 6 സെൻറ്റിമീറ്റർ നമ്മൾ തുല്യ ഭാഗങ്ങളാക്കുന്നു. എളുപ്പത്തിലാക്കാലോ. 6 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് 2, 2, 2 സെൻറ്റിമീറ്റർ വെച്ചെടുത്താൽ മതി അല്ലേ. അപ്പോൾ 2, 2 സെൻറ്റിമീറ്റർ വെച്ച് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, 2, 2, 2 മാർക്ക് ചെയ്തു. ഇനി എന്താണ് വേണ്ടത്? ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം അല്ലേ, ഈ 2 അറ്റങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഈ 2 അറ്റവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വരച്ച ലൈനിൽ പാരലലായിട്ട് കൊണ്ട് നമ്മൾ ലൈനുകൾ വരയ്ക്കണം. വേണ്ടേ? ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും നമ്മൾ ലൈന് വരയ്ക്കണം. അതിനെന്ത് വേണം? നമുക്ക് സെറ്റ് സ്ക്വയർ എടുക്കണം. അപ്പോൾ എല്ലാവരും സെറ്റ് സ്ക്വയർ എടുക്കുക. ഈ ലൈനിലാണ് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഈ ലൈനിന് കൃത്യമായിട്ട് തന്നെ ഈ ലൈൻ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വല്ലാതെ ഇങ്ങോട്ട് നീട്ടരുത്, കാരണം ഇവിടെ നമുക്ക് സ്ഥലം വേണം. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഇരുന്നോട്ടെ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനെ അമർത്തി പിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഇതിങ്ങനെ മുട്ടിച്ച് പിടിക്കാം. കണ്ട, ഇപ്പോൾ നമ്മൾ ശരിക്കും ഉറപ്പിച്ച് കൂട്ടി മുട്ടണം. കണ്ട, കൃത്യമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം. ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ വെച്ച് ഈ വരക്കും ഈ വരയുടെ കറക്റ്റ് ലൈനിൽ വെച്ചു. ഇതിങ്ങനെ അടുപ്പിച്ച് മുട്ടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിക്കും അമർത്തി പിടിക്കുക. ഇതിന് നീങ്ങാൻ പാടില്ല. അതിന് ശേഷം ഇതിനെ ലൂസാക്കാം. കണ്ടോ, ഇത് ലൂസായി. എന്നിട്ട് എന്ത് വേണം? ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ട് നമുക്ക് വേണ്ട ഈ പോയിന്റ് എത്തി. മനസ്സിലായല്ലോ. ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം. അവിടെ വെച്ച് നിർത്തിയിട്ട് ഇതിനെ അമർത്തി പിടിക്കാം. ഇനി അതൊന്നും ലൂസാലും കുഴപ്പമില്ല. ഇതിനെ അമർത്തി പിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ലൈൻ വരയ്ക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പാരലായിട്ടൊരു ലൈൻ കിട്ടി. ഇനി എന്ത് വേണം? ഇവിടെ വരയ്ക്കണ്ടേ? അപ്പോൾ ഇതിനെ ഞാൻ അമർത്തി പിടിക്കുക. ഇതിനെ വീണ്ടും ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കുക.
ഇപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി ഇത് അമർത്തി പിടിക്കുക, അതിനുശേഷം ഇതിനെ വീണ്ടും നീക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റായി അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അപ്പോൾ ഇവിടെയും വരച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ലൈനും കിട്ടി. ഇനി സെറ്റ് സ്ക്വയർ എടുത്തോളൂ. അപ്പോൾ നമ്മൾ ഇതിന് പാരലായിക്കൊണ്ട് 2 വരകൾ കൂടി വരച്ചു. ഇപ്പം എന്താണ് സംഭവിച്ചത്? ഇവിടെ നാം ഇപ്പോൾ വരച്ച 3 വരകൾ എന്താണ്? പാരൽ ലൈനുകളാണ് അല്ലേ, സമാന്തര വരകളാണ്. നാം പഠിച്ചിട്ടുണ്ട് സമാന്തര വരകൾ ഒരു വരയെ തുല്യ നീളമുള്ള ഭാഗമാക്കിയാണ് മുറിക്കുന്നതെങ്കിൽ എല്ലാ വരകളെയും തുല്യ നീളമുള്ള ഭാഗങ്ങളാക്കിയായിരിക്കും മുറിക്കുക അല്ലേ. അപ്പം ഈ സമാന്തര വരകൾ ഈ ലൈനിനെ 2 ഈക്വൽ പാർട്സുകളാണ് ആക്കിയത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരച്ചാലും ഏത് വരയെയും എന്തായിരിക്കും? തുല്യ ഭാഗങ്ങളാക്കിയായിരിക്കും മുറിക്കുക. അപ്പോൾ നമ്മുടെ ഈ 11 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വരയെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈക്വൽ ഭാഗങ്ങളാക്കി മുറിച്ചു. അപ്പോൾ നമ്മൾ ഈ 11 സെൻറ്റിമീറ്ററിനെ തുല്യ ഭാഗങ്ങളാക്കിയാണ് ഇപ്പോൾ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു, ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി അതിൽ എന്താ വേണ്ടത്? നമുക്ക് ഇതിനെ ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നീളങ്ങൾ കിട്ടി, വശങ്ങളുടെ നീളങ്ങൾ കിട്ടി. ഇത് നോക്കിയേ, നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു വശം, ഈ നാം വരയ്ക്കാൻ പോകുന്ന സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം ഇതെടുക്കാം. ഇനി നമ്മൾ ഈ വശത്തെ ഇങ്ങോട്ട് ഒടിക്കുക, അതായത് ഇങ്ങനെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും അല്ലേ. അതേപോലെ ഈ വശത്തെയും ഇങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ സമഭുജ ത്രികോണം കിട്ടിയല്ലോ. അതല്ലെങ്കിൽ നമുക്ക് ഈ വശത്തെ നമുക്ക് മുകളിലേക്കാക്കാം, ഈ വശത്തെയും മുകളിലേക്കാക്കാം. അപ്പോൾ നമുക്ക് മുകളിൽ സമഭുജ ത്രികോണം കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് വേണം? കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ നീളം നമ്മൾ കോമ്പസിൽ എടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കോമ്പസ് എടുത്തു, കോമ്പസിൽ കൃത്യമായിട്ട് തന്നെ ഈ നീളം നമ്മൾ എടുക്കാം. കിട്ടിയല്ലോ. ഈ 3 നീളവും ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ നീളം എടുത്തിട്ട് എന്ത് ചെയ്യണം? കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഇവിടെ കുത്തിയപ്പോൾ ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്യാം? അതേ അളവ് വെച്ച് തന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കാം. അതായത് ഈ അളവ് സെയിം അളവാണ് 3 അല്ലേ. അപ്പോൾ ഇവിടെ കുത്തിയിട്ട്, അതായത് ഇങ്ങനെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെയും ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെയും ആർക്ക് വരച്ചു. അപ്പോൾ ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി നമുക്കൊരു പോയിന്റ് കിട്ടി. ഇനി എന്ത് വേണം? ഇവ തമ്മിലും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കെയിലെടുക്കുക, ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചു. അതേ രൂപത്തിൽ ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കാം. അപ്പം ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ള 11 സെൻറ്റിമീറ്റർ ചുറ്റളവിലുള്ള സമഭുജ ത്രികോണം. അപ്പോൾ ഇത് വരയ്ക്കൽ എങ്ങനെയാണ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രൂപത്തിലുള്ള 2-3 ടൈപ്പ് വരകൾ വരുന്നുണ്ട്. അതിലൊരെണ്ണം പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ